നമസ്കാരം. വോയിസ് ഓഫ് RBRലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. സർക്കാർ സ്ഥാപനത്തിൽ ജോലി സ്വപ്നം കാണുന്നവർക്ക് ഇന്ന് വളരെ പ്രധാനപ്പെട്ട തൊഴിൽ വാർത്തയാണ്. 7ാം ക്ലാസ് യോഗ്യത മുതൽ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്ന വിവിധ തസ്തികകളിലേക്ക് നേരിട്ടുള്ള നിയമനത്തിലുള്ള അവസരങ്ങളാണ് വന്നിരിക്കുന്നത്. ഡ്രൈവർ, ഹെൽപ്പർ, അറ്റൻഡർ, സൂപ്രണ്ട്, ഫാക്കൽറ്റി ഉൾപ്പെടെ നിരവധി ഒഴിവുകളാണ് ഉള്ളത്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപേക്ഷിക്കാവുന്ന അവസരങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ വീഡിയോയിൽ നിങ്ങൾ അറിയാൻ കഴിയുന്നത് ഏത് സ്ഥാപനത്തിലാണ് ഒഴിവുകൾ, ഏതെല്ലാം തസ്തികകളിലേക്ക് നിയമനം, വിദ്യാഭ്യാസ യോഗ്യത എന്ത്, പ്രായപരിധി എത്ര, ശമ്പളം എത്ര, അപേക്ഷിക്കേണ്ട അവസാന തീയതി ഏത്, എങ്ങനെ അപേക്ഷിക്കാം. അതിനാൽ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇത്തരത്തിലുള്ള ഏറ്റവും പുതിയ സർക്കാർ തൊഴിൽ വാർത്തകൾ ദിവസവും ലഭിക്കുവാൻ വോയിസ് ഓഫ് RBR ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ അമർത്തുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് കടക്കാം. ഹെൽപ്പർ മുതൽ പ്രിൻസിപ്പൽ വരെ സർക്കാർ സ്ഥാപനത്തിൽ ജോലി നേടാം. നേരിട്ട് നിയമനം. കേരള സർക്കാർ സ്ഥാപനമായ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജിയുടെ കീഴിലുള്ള വിവിധ നഴ്സിംഗ് കോളേജുകളിൽ നിരവധി ഒഴിവുകൾ. ഹെൽപ്പർ, ഡ്രൈവർ, ലൈബ്രറി അറ്റൻഡർ, സീനിയർ സൂപ്രണ്ട്, പ്രിൻസിപ്പൽ, അസിസ്റ്റന്റ് പ്രൊഫസർ, സീനിയർ ലെക്ചറർ തുടങ്ങിയ തസ്തികകളിലേക്കാണ് നിയമനം. വിശദമായ വിവരങ്ങൾ നോക്കാം. സിമെറ്റ് നഴ്സിംഗ് കോളേജ്, എറണാകുളം. ഒഴിവ് ഡ്രൈവർ. 10ാം ക്ലാസ്, ഹെവി മോട്ടോർ വെഹിക്കിൾ ലൈസൻസ്. ഡ്രൈവിംഗ് പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. ശമ്പളം 20,000. ഹെൽപ്പർ യോഗ്യത 7ാം ക്ലാസ്. ശമ്പളം 19,000. നോട്ടിഫിക്കേഷൻ ലിങ്ക് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് കമന്റായി. 2. സിമെറ്റ് നഴ്സിംഗ് കോളേജ്, കാസർഗോഡ്. ഹെൽപ്പർ ഒഴിവ്. യോഗ്യത 7ാം ക്ലാസ് പാസ്. ശമ്പളം 19,000. അടുത്തത് സിമെറ്റ് നഴ്സിംഗ് കോളേജ്, തിരുവനന്തപുരം. ലൈബ്രറി അറ്റൻഡർ. യോഗ്യത +2. ശമ്പളം 19,000. സീനിയർ സൂപ്രണ്ട്. സർക്കാർ, പൊതുമേഖല, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നും വിരമിച്ച സീനിയർ സൂപ്രണ്ടോ അതിനു മുകളിലുള്ള ഉദ്യോഗസ്ഥരെ അപേക്ഷിക്കാം. ഡിഗ്രിയും കമ്പ്യൂട്ടർ പരിജ്ഞാനവും നിർബന്ധം. പർച്ചേസ്, അക്കൗണ്ട്സ്, ബഡ്ജറ്റിംഗ്, ഓഡിറ്റ് മേഖലകളിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. പരമാവധി പ്രായം 59 വയസ്സ്. ശമ്പളം 30,000. അടുത്തത് ഫാക്കൽറ്റി ഒഴിവുകൾ. അസിസ്റ്റന്റ് പ്രൊഫസർ, MSc നഴ്സിംഗ്, 3 വർഷത്തെ അധ്യാപന പരിചയം. ശമ്പളം 33,320. സീനിയർ ലെക്ചറർ, MSc നഴ്സിംഗ്, 2 വർഷത്തെ അധ്യാപന പരിചയം. ശമ്പളം 33,200. ലെക്ചറർ, MSc നഴ്സിംഗ്, ശമ്പളം 32,450. പ്രിൻസിപ്പൽ യോഗ്യത MSc നഴ്സിംഗ്, ആകെ 15 വർഷത്തെ പ്രവൃത്തി പരിചയം. അതിൽ 12 വർഷം അധ്യാപന പരിചയവും കോളേജ് തലത്തിൽ കുറഞ്ഞത് 10 വർഷവും ഉണ്ടായിരിക്കണം. PhD, നഴ്സിംഗ് ഗവേഷണ പ്രസിദ്ധീകരണങ്ങൾ എന്നിവ അഭികാമ്യം. പരമാവധി പ്രായം 58 വയസ്സ്. ശമ്പളം 90,000 രൂപ. അപേക്ഷിക്കേണ്ട വിധം ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നും അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത് ആവശ്യമായ രേഖകൾ സഹിതം ബന്ധപ്പെട്ട വിലാസത്തിൽ തപാൽ മുഖേന അയക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിജ്ഞാപനങ്ങൾ സന്ദർശിക്കുക. വിജ്ഞാപന ലിങ്ക് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഫസ്റ്റ് കമന്റായി പിൻ ചെയ്തിട്ടുണ്ട്. അടുത്തത് ഗുരുവായൂർ ദേവസ്വത്തിൽ അവസരം. ടൈപ്പിസ്റ്റ്, കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് തസ്തിക. അഭിമുഖത്തിലൂടെ നിയമനം. ഗുരുവായൂർ ദേവസ്വത്തിൽ ടൈപ്പിസ്റ്റ്, കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 തസ്തികകളിൽ നിയമനം നടത്തുന്നു. യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. അഭിമുഖത്തിലൂടെയാണ് നിയമനം നടക്കുന്നത്. യോഗ്യത നോക്കാം. ടൈപ്പിസ്റ്റ് യോഗ്യത 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. മലയാളം ടൈപ്പിംഗിൽ ലോവർ ഗ്രേഡ്, KGTE, NGTE. ഇംഗ്ലീഷ് ടൈപ്പിംഗിൽ ഹയർ ഗ്രേഡ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. പ്രായപരിധി 2026 ജനുവരി 1 18 മുതൽ 36 വയസ്സ് വരെ. ഇന്റർവ്യൂ സമയം ജൂലൈ 15 രാവിലെ 10 മണിക്ക്. കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 യോഗ്യത 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. ഇംഗ്ലീഷ് ഷോർട്ട് ഹാൻഡിൽ ലോവർ ഗ്രേഡ്, KGTE അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. മലയാളം ഇംഗ്ലീഷ് ടൈപ്പിംഗിൽ ഹയർ ഗ്രേഡ്, കമ്പ്യൂട്ടർ പരിജ്ഞാനം. പ്രായപരിധി 2026 ജനുവരി 1 18 മുതൽ 36 വയസ്സ് വരെ. ഇന്റർവ്യൂ സമയം ജൂലൈ 15 ഉച്ചയ്ക്ക് 2 മണി. താല്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകൾ, ബയോഡാറ്റ, തിരിച്ചറിയൽ രേഖ എന്നിവയുടെ അസലും പകർപ്പും സഹിതം ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം.
ഉദ്യോഗാർത്ഥികൾ നിശ്ചിത സമയത്തിന് 1 മണിക്കൂർ മുമ്പ് ഗുരുവായൂർ ദേവസ്വം ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന വിജ്ഞാപനം സന്ദർശിക്കുക. അടുത്തത് യോഗ്യത 7ാം ക്ലാസ് മുതൽ മെഡിക്കൽ കോളേജിൽ ജോലി അവസരം. കേരളത്തിൽ ഒരു ജോലി തേടുന്നവർക്ക് സുവർണ അവസരം ഒരുക്കി സർക്കാർ ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ്. 7ാം ക്ലാസ് വിജയികൾക്ക് അപേക്ഷിക്കാവുന്ന തസ്തികകൾ മുതൽ സാങ്കേതിക യോഗ്യതയുള്ളവർക്കുള്ള ഒഴിവുകൾ വരെ. വാക്യാൻ ഇന്റർവ്യൂവിൽ പങ്കെടുത്ത് ജോലി നേടാം. സർക്കാർ ഹോമിയോപ്പതിക് കോളേജിൽ ക്ലീനർ, വാച്ചർ തസ്തികകൾ. ഒഴിവുകൾ ക്ലീനർ, വാച്ചർ കം മൾട്ടി പർപ്പസ് വർക്കർ. യോഗ്യതാ മാനദണ്ഡങ്ങൾ: വിദ്യാഭ്യാസ യോഗ്യത 7ാം ക്ലാസ് വിജയം. അടിസ്ഥാന യോഗ്യത പ്രായപരിധി 21 മുതൽ 40 വയസ്സ് വരെ. സർക്കാർ ചട്ടപ്രകാരം പ്രായ ഇളവ് ലഭ്യം. മുൻഗണന പ്രവൃത്തി പരിചയമുള്ളവർക്ക്. അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം ഹാജരാകണം. സ്ഥലം കോൺഫറൻസ് ഹാൾ, ഗവൺമെൻറ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം. ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു. 2. കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഗ്യാസ് പ്ലാന്റ് ടെക്നീഷ്യൻ ഒഴിവ്. കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രി വികസന സൊസൈറ്റിക്ക് കീഴിൽ ഗ്യാസ് പ്ലാന്റ് ടെക്നീഷ്യൻ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. സ്ഥലം ആശുപത്രി സൂപ്രണ്ട്, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്, കണ്ണൂർ. ആവശ്യമായ യോഗ്യത ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ ITI മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മെഡിക്കൽ ഗ്യാസ് പ്ലാന്റ് ഓപ്പറേഷൻ സർട്ടിഫൈഡ് കോഴ്സ്. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. 3. പാലക്കാട് ഹോമിയോ ഡിസ്പെൻസറിയിൽ അറ്റൻഡർ ഒഴിവ്. പാലക്കാട് ജില്ലയിലെ കപ്പൂർ ഗ്രാമപഞ്ചായത്ത് ഗവൺമെൻറ് ഹോമിയോ ഡിസ്പെൻസറിയിൽ അറ്റൻഡർ തസ്തികയിലേക്ക് നിയമനം. യോഗ്യത 10ാം ക്ലാസ് പാസ്സായിരിക്കണം. രജിസ്റ്റേർഡ് ഹോമിയോ മെഡിക്കൽ ഓഫീസറുടെ കീഴിൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു. ഇന്നത്തെ സർക്കാർ ജോലി വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. അപേക്ഷിക്കുന്നതിന് മുമ്പ് ഔദ്യോഗിക നോട്ടിഫിക്കേഷൻ മുഴുവൻ വായിച്ച് യോഗ്യത, പ്രായപരിധി, ശമ്പളം, അപേക്ഷാ രീതി, അവസാന തീയതി എന്നിവ നിർബന്ധമായും പരിശോധിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. തൊഴിലന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യൂ. ഇതുവരെ നമ്മുടെ ചാനൽ വോയിസ് ഓഫ് RBR @RBReji സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ അമർത്താൻ മറക്കരുത്. എല്ലാ ദിവസവും പുതിയ സർക്കാർ ജോലികൾ, കേന്ദ്ര സംസ്ഥാന നിയമനങ്ങൾ, PSC അപ്ഡേറ്റുകൾ, പരീക്ഷാ വിവരങ്ങൾ എന്നിവ ഏറ്റവും വേഗത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. അടുത്ത തൊഴിൽ വാർത്തയുമായി വീണ്ടും കാണാം. ഞാൻ നിങ്ങളുടെ സ്വന്തം RBReji. നന്ദി, നമസ്കാരം.